ഏവർക്കും അജിത് കുമാർ കോപ്പറേറ്റീവ് എഡ്യൂസോണിൻ്റെ ഒരു സുപ്രധാനമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ മത്സര പരീക്ഷ വിജയിച്ചു. അതിനുശേഷം നടക്കുന്ന ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം അല്ലെങ്കിൽ കൂടിക്കാഴ്ച ഇതെങ്ങനെ വിജയകരമായി പൂർത്തീകരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാം എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു വീഡിയോ, അതിൻ്റെ ടിപ്സ്, അതിൻ്റെ ട്രിക്സ്, അതിൻ്റെ രീതി ഇത് സംബന്ധിച്ച വിശദമായ വീഡിയോ ആണ് നമ്മുടെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടത്. എന്തായാലും നമുക്കത് വിശദമായി തന്നെ ഇവിടെ ചർച്ച ചെയ്യാം. ഓക്കെ, എൻ്റെ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ആ മത്സര പരീക്ഷ എക്സാമിനേഷൻ സംബന്ധിച്ച് രണ്ട് വാക്കുകൾ പറയാം. നമ്മൾ മറ്റൊരു വീഡിയോയിൽ മുൻപ് വളരെ വിശദമായി തന്നെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ CSEBയുടെ പരീക്ഷാ സിലബസ് സംബന്ധിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. കാണാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അത് അന്ന് നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഇത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പാറ്റേണിലാണ്. 160 ചോദ്യങ്ങളാണ്. അതിൻ്റെ പകുതി അര മാർക്ക് വീതമുള്ള 160 ചോദ്യങ്ങൾ, 80 മാർക്ക്. ഇതാണ് അതിൻ്റെ പരീക്ഷാ ഘടന. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇതാണ് ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒന്നാമത്. ആദ്യമേ തന്നെ ഒരു കാര്യം അങ്ങോട്ട് പറയട്ടെ, ഇതൊരു മത്സര പരീക്ഷയാണ്. മത്സര പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതയും കുറയും. അതുകൊണ്ട് ഈ മത്സര പരീക്ഷയിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ്. അതാണ് പോയിന്റ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂവിനല്ല നിങ്ങൾ ആദ്യമേ ഒരുങ്ങേണ്ടത്, പരീക്ഷയ്ക്കാണ്, റിട്ടൺ എക്സാമിനേഷനാണ് നിങ്ങൾ ഒരുങ്ങേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് നടത്തുന്നത് നമുക്കറിയാമെന്നുള്ളതുപോലെ തന്നെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് CSEB എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്വയംഭരണ ബോർഡാണ്. ഇത് PSCക്ക് തത്തുല്യമായ പ്രവർത്തന സാധ്യതകളുള്ള ഒരു ബോർഡുമാണ്. അതുകൊണ്ട് തന്നെ ഈ ബോർഡിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്നതുമാണ്. വളരെ സുതാര്യമായിട്ടാണ് ഈ ബോർഡ് വർഷത്തിൽ ഏകദേശം 3 തവണ വരെ റിട്ടൺ ടെസ്റ്റ് പല ബാങ്കിലേക്ക് വേണ്ടിയിട്ട് കാൾ ഫോർ ചെയ്യുന്നു, നമുക്ക് വേണ്ടി റിട്ടൺ ടെസ്റ്റ് നടത്തുന്നു. അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അതിൽ പരമാവധി മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനി അതാണ്. ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് 15ആണ്. മനസ്സിലാക്കുക, ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് 15ആണ്. നേറ്റിവിറ്റി അല്ലെങ്കിൽ ജില്ലാടിസ്ഥാനത്തിലുള്ള പ്രയോറിറ്റി ഇപ്പോൾ ഇല്ല. അതൊരു കോടതി വിധിയിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നു. 5 മാർക്ക് അതിനില്ല. അത് ഒഴിവാക്കിയിട്ട് 15 മാർക്കാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് അസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 80 + 15 95 മാർക്സിലാണ് ഈ റിട്ടൺ ടെസ്റ്റ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് വന്നത് ഈ ഇൻ്റർവ്യൂവിൻ്റെ പരമാവധി മാർക്ക് 15 ആയതുകൊണ്ട് തന്നെ അതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മിനിമം മാർക്കായ 3 മാർക്ക് അഷ്വേർഡാണ്. അത് ഉറപ്പായി കിട്ടും. 3 മാർക്ക് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി 12 മാർക്കിലാണ് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചും മറ്റു കാര്യങ്ങളനുസരിച്ചും മാർക്ക് നമുക്ക് തരേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം കൂട്ടുകാർ ഓർത്തു വയ്ക്കൂ, റിട്ടൺ ടെസ്റ്റിന് പരമാവധി മാർക്കിലേക്ക് നമ്മൾ എത്തപ്പെട്ടാൽ ഒരു കാരണവശാലും നമ്മളെ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്തള്ളാൻ കഴിയില്ല. എത്ര പെർഫോമൻസ് ഫുൾ മാർക്ക് കൊടുത്താൽ പോലും 14 മാർക്ക് വരെ അവർ അസൈൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നൊരു വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ റിട്ടൺ ടെസ്റ്റിന് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഘട്ടത്തിലും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴേ കുറിച്ച് വയ്ക്കൂ. ഇതാണ് എഴുത്തു പരീക്ഷയുടെ പ്രാധാന്യം. അപ്പോൾ എഴുത്തു പരീക്ഷയാണ് മുഖ്യം, ഇൻ്റർവ്യൂ സെക്കൻഡറിയാണ്. ഇൻ്റർവ്യൂ കുറച്ച് കാണേണ്ട വില, അതിൻ്റെ സ്റ്റെപ്പുകൾ വളരെ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഇൻ്റർവ്യൂ നമ്മൾ വളരെ കൃത്യതയോടെ വളരെ ശാസ്ത്രീയമായി അപ്രോച്ച് ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്, സംശയമില്ല. എന്നാലും ഫസ്റ്റ് ടിപ്പ് എന്നുള്ള നിലയിൽ കൂട്ടുകാർ മനസ്സിലാക്കൂ, എഴുത്ത് പരീക്ഷയാണ് മുഖ്യം, അതിൽ പരമാവധി മാർക്ക്. ടിപ്പ് നമ്പർ 1, അഭിമുഖത്തിന് ഇൻ്റർവ്യൂവിന് 15 മാർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 15 മാർക്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് 3 മാർക്ക് അഷ്വേർഡാണ്, ഉറപ്പാണ്. അതിൽ പിന്നെ സംശയം വേണ്ട. ഇനി അവശേഷിക്കുന്ന 12 മാർക്കിലാണ് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. എന്തൊക്കെയാ 3 കാര്യങ്ങൾ? 1, നമ്മുടെ ക്വാളിഫിക്കേഷൻ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത. 2, നമ്മുടെ എക്സ്പീരിയൻസ്. 3 ആണ് പ്രധാനപ്പെട്ടത്, നമ്മുടെ ഇൻ്റർവ്യൂവിൽ നമ്മുടെ പെർഫോമൻസ്. അപ്പം 3 കാര്യങ്ങൾക്കാണ് ഇൻ്റർവ്യൂവിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടത്, ശ്രദ്ധ കൊടുക്കേണ്ടത്. 1, നമ്മുടെ ക്വാളിഫിക്കേഷൻ.
2 നമ്മുടെ എക്സ്പീരിയൻസ്, 3 നമ്മുടെ പെർഫോമൻസ് അറ്റ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ. ഈ 3 കാര്യങ്ങളാണ്. ഇനി ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ CSEBയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഫൈലിലേക്ക് കയറി ഓൺ ടൈം രജിസ്ട്രേഷന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇത് നടപടിക്രമങ്ങൾ നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതുകൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ വിട്ടുപോകാതെ എല്ലാ ക്വാളിഫിക്കേഷൻസും നമ്മൾ യഥാസമയം പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ മറക്കണ്ട. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇപ്പോൾ PG ഉള്ള വിദ്യാർത്ഥി PG കാണിക്കുന്നില്ല, എന്തിനാ? ഡിഗ്രി ഉണ്ടല്ലോ, മതി. നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ അതല്ല. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അറ്റൈൻ ചെയ്യുന്നതെല്ലാം തന്നെ യഥാസമയം പ്രൊഫൈലിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിന് ഒരു നെഗ്ലിജൻസ് പാടില്ല. ദാറ്റ് ഇസ് അനദർ പോയിൻറ്റ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്യപ്പെട്ടു, താൽക്കാലികമായിട്ടാണ്, എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. ആ എക്സ്പീരിയൻസ് യഥാസമയം എക്സ്പീരിയൻസിൻ്റെ കോളത്തിൽ പ്രൊഫൈൽ ആഡ് ചെയ്യുക. 2 കാര്യങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാൾ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫിക്കേഷനിലും എക്സ്പീരിയൻസിലും വളരെ വലുതായി ഒന്നും ചെയ്യാനില്ല, അത് ആഡ് ചെയ്യാനും കഴിയില്ല. അത് നേരത്തെയുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ്. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നേരത്തെ ഇതൊക്കെ പരമാവധി അറ്റൈൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ മറുവശം. ഓക്കെ, ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു പോയിൻ്റ് എന്താ? പെർഫോമൻസ്. നമ്മളുടെ പെർഫോമൻസ് എവിടെ? അറ്റ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ സമയത്ത് നമ്മളുടെ പെർഫോമൻസ്, അതിനാണ് പ്രധാനപ്പെട്ട ഒരു മുന്നൊരുക്കം വേണ്ടത്. അതാണിന്ന് ഇവിടെ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് പോകാം. എഴുത്തു പരീക്ഷ നടത്തുന്നത് ഈ ബോർഡാണ്, റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്, CSEB ആണെന്ന് ഞാൻ പറഞ്ഞു. അത് നടത്തിയതിന് ശേഷം നിശ്ചിത മാർക്കിന് മുകളിൽ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ബന്ധപ്പെട്ട ബാങ്കിലേക്ക് അയക്കുന്നു. അതാണ് നടപടിക്രമം. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് നടത്തുന്ന കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ഒരു നിശ്ചിത മാർക്കിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിനെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയും. അത് പ്രീ ഫിക്സ്ഡ് അല്ല, അത് ഡിപ്പെൻഡ്സ്. ഓരോ ബാങ്കിൻ്റെയും വേക്കൻസി പൊസിഷൻ അനുസരിച്ച് ആ കുട്ടികളുടെ പെർഫോമൻസും അനുസരിച്ച് വേരീസ്, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ബോധറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് സംഘത്തിന് കിട്ടി. സംഘമാണ് ഇൻ്റർവ്യൂവിന് കാൾ ലെറ്റർ അയക്കുക, അത് മനസ്സിലാക്കുക. സംഘമാണ് ഇൻ്റർവ്യൂ നടത്തുക എന്ന് വ്യക്തം. അപ്പോൾ ആ ഒരു ആംഗിളിലാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് തയ്യാറെടുപ്പ് നടത്തേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക്? പ്രധാനപ്പെട്ട അടുത്ത ടിപ്പ് ഞാൻ പറയുകയാണ്. കാൾ ലെറ്റർ കിട്ടിയാൽ സാധാരണ നമ്മുടെ കൂട്ടുകാരുടെ ഒരു അലക്ഷ്യം അല്ലെങ്കിൽ അലംഭാവം കാണുന്ന ഒരു മേഖല എന്ന ഇൻ്റർവ്യൂ ഒരാഴ്ചയുണ്ട്, അല്ലെങ്കിൽ 2 ആഴ്ചയുണ്ട്, 10 ദിവസമുണ്ട് എന്ന് കരുതിയിട്ട് അതിനെ അലക്ഷ്യമായി മടക്കി ഏതെങ്കിലും സ്ഥലത്തിൽ വച്ചിട്ട് പോവുക. നോ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാൾ ലെറ്റർ പൊട്ടിച്ചിട്ട് അതിൻ്റെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 3 കാര്യങ്ങൾ ഏതാ? ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളിതൊക്കെ പ്രാധാന്യത്തോടു കൂടി തന്നെ മനസ്സിലാക്കുക. 1, ഇൻ്റർവ്യൂ തീയതി എന്ന് ആദ്യം നോക്കേണ്ട സംഗതി. തീയതി എന്ന്. 2, സ്ഥലം ഏതാണ്? പ്രധാനമല്ലേ? നമ്മൾ നോക്കിയിരിക്കും, വീടിൻ്റെ തൊട്ടടുത്തുള്ള ബാങ്കിലാണെന്ന് ധരിച്ചിരിക്കും. ബാങ്കുകാർ അവിടെ അസൗകര്യമായതുകൊണ്ട് വേറൊരു വെന്യൂ നിശ്ചയിക്കും. അത് അന്ന് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെടും. അതുകൊണ്ട് തീയതി, സ്ഥലം, അതുപോലെ തന്നെ സമയം, 3 കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ കുറിച്ച് വയ്ക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിൽ, നിങ്ങളുടെ റിമൈൻഡറിൽ, അത് മൊബൈലിൽ റിമൈൻഡർ ഉണ്ടല്ലോ, അതിൽ അലാം സെറ്റ് ചെയ്ത് ഒരു ദിവസം മുമ്പിലായിട്ട് അലാം സെറ്റ് അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ വയ്ക്കുക. ഇത് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഒരു കാരണവശാലും വിട്ടുപോകരുത്. 3 കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക. 3ഉം നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ടിപ്പ് മറന്നു പോകണം. ഇനിയാണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ആ കാൾ ലെറ്ററിലൊരു ഭാഗമുണ്ടാകും. നിങ്ങൾ ഇൻ്റർവ്യൂ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട ചില ഡോക്യുമെൻസിനെ സംബന്ധിച്ച പരാമർശമുണ്ടാകും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന കാൾ ലെറ്ററിൻ്റെ ഒറിജിനൽ തന്നെ അവിടെ ഹാജരാക്കാൻ പറയും. 1, അത് പല ബാങ്കിലും പല രീതിയിലാണ് ഈ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ അവരാവശ്യപ്പെടാറുള്ളത്. അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കണം. എന്നാലും ഒരു ജനറൽ കൺസെപ്റ്റിൽ ഞാൻ പറയുന്നതാണ്. കാൾ ലെറ്റർ ഉണ്ടാകും, അതിൻ്റെ അസലുണ്ടാകും. മിക്കവാറും ബാങ്കുകളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൽ ഫിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ കൊണ്ടു ചെല്ലാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ സെൽഫ് അറ്റസ്റ്റ് എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി അത് ഈ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യുക. അപ്പോൾ 2 കാര്യങ്ങളായി. 1 കാൾ ലെറ്ററിൻ്റെ ഒറിജിനൽ, പിന്നെ
ഫോട്ടോ പിന്നെ ഈ ചെല്ലുന്നത് നിങ്ങളാണെന്ന് എങ്ങനെ അറിയും? അതുകൊണ്ട് ബാങ്കുകാർ ചെയ്യുന്നത് ആധാറിൻ്റെ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡിൻ്റെ ഒരു പകർപ്പ്, മിക്കവാറും ആധാറാണല്ലോ ഇപ്പോൾ ഒരു ആധികാരിക രേഖ, അപ്പോൾ ആധാറിൻ്റെ പകർപ്പ് ഒറിജിനൽ കൂടി നിങ്ങൾ പോക്കറ്റിൽ കരുതുക. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അതിന് ശേഷമാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. എന്താ അത്? ഞാൻ നേരത്തെ 3 കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ആദ്യത്തെ പോർഷൻ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അസൽ, അത് എങ്ങനെയാണ് വയ്ക്കുക എന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസ്, അതിനുശേഷം അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറ്റസ്റ്റഡ് കോപ്പീസിൻ്റെ 1-2 സെറ്റുകൾ നിങ്ങൾ കരുതണം. അത് നിർദ്ദേശാനുസരണമാകണം, അവരെന്താണോ പറയുന്നത് അതുപോലെ. ഇനി ചില ആൾക്കാർ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത കോപ്പീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുക, സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എന്താണോ നിർദ്ദേശം വായിച്ചു പഠിക്കാൻ, ആ സമയമല്ല നോക്കേണ്ടത്, നേരത്തെ തന്നെ വായിച്ചു പഠിക്കണം, ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഡോക്യുമെൻ്റ് അടുത്തത്. ഇനി എന്താ ഉള്ളത്? ഇനി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും സബ്മിറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇല്ല, അതുപോലെ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വില്ലേജിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒക്കെ കിട്ടേണ്ടതാണെങ്കിൽ അതൊക്കെ കരുതാൻ നിങ്ങൾക്ക് സമയമെടുക്കും, അതും കൂടി കരുതി വയ്ക്കുക. ഇനി ചില അപൂർവം ബാങ്കുകൾ നിങ്ങളുടെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് CC ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ബന്ധപ്പെട്ട ഗസറ്റഡ് ഓഫീസറിൽ നിന്നും നിങ്ങളുടെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് 6 മാസത്തിനുള്ളിൽ, അതെന്താ 6 മാസം കൊണ്ട് സ്വഭാവം മാറുമെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ അസൽ, അതിൻ്റെ കോപ്പിയല്ല അസൽ, അതുകൂടി വയ്ക്കുക. ഇനി എന്തെങ്കിലും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ കൂടി കരുതി ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ചെയ്ത് നേരത്തെ തന്നെ പ്രിഫറബിളി 3 days ബാക്ക്, അത് ഞാൻ പറയുന്നതാണ്, 3 ദിവസം മുമ്പെങ്കിലും ഇത് സെറ്റാക്കി അങ്ങോട്ട് വയ്ക്കുന്നു കേട്ടോ. സമയത്ത് കിടന്ന് ഹരിബറി ആക്കണ്ട, 3 ദിവസം മുമ്പ് അത് സെറ്റാക്കി വയ്ക്കും. വളരെ പ്രധാനപ്പെട്ടതാണ് പോയിന്റ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം കൃത്യമായി ഇൻ്റർവ്യൂവർക്ക് മനസ്സിലാകുന്ന നമ്മളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഗുണം, അത് സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. പല സന്ദർഭങ്ങളിൽ ഞാൻ ഉൾപ്പെടെ കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഇൻ്റർവ്യൂവിന് നമ്മളുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരെ സംസാരിച്ചില്ലേ, വിവിധ ക്വാളിഫിക്കേഷൻസ് നമുക്കുണ്ട്. ഏതൊക്കെയാണ്? 10ാം ക്ലാസ് SSLC ഉണ്ട്, അതിനുശേഷം +2 ഉണ്ട്, ഡിഗ്രി ഉണ്ട്, പിന്നെ PG ഉണ്ട്, മറ്റ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതുണ്ട്, കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ട്, അതിന് പുറമെ HDC അല്ലെങ്കിൽ JDC ഉണ്ടെങ്കിൽ അതുണ്ട്, പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിരവധി സർട്ടിഫിക്കറ്റ്സുകൾ നമുക്ക് കാലാകാലങ്ങളായി കിട്ടിയിരിക്കും. പിന്നെ കോൾ ലെറ്റർ ഉണ്ടാവും. ഇതെല്ലാം കൂടി നമ്മളെങ്ങനെയാണ് ഇൻ്റർവ്യൂവിലേക്ക്, ആ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അവിടെയാണ് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ക്യാരക്ടർ ഒരു വ്യക്തിക്ക് നോക്കി നിന്നാൽ അസസ് ചെയ്യാൻ കഴിയുന്നത്. നിങ്ങളുടെ അടുക്കും ചിട്ടയും നിങ്ങളുടെ നീറ്റ്നെസ് അത് മനസ്സിലാക്കുന്ന പോർഷനാണ് വളരെ പ്രധാനപ്പെട്ട രഹസ്യമാണ്. ഞാൻ അങ്ങനെ ആരോട് പറയാത്തതാണ്, നിങ്ങളോട് പറയാം. നിങ്ങൾ നോക്കി മനസ്സിലാക്കി വയ്ക്കുക. അതൊരൊറ്റ പോയിന്റ്. നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു കുട്ടി പലപ്പോഴും നമ്മുടെ ബോർഡിലൊക്കെ വരുമ്പോൾ ഒരൊറ്റ കവറിൽ, ഒരു പ്ലാസ്റ്റിക് കവറിൽ 10ാം ക്ലാസ്സിലെയും +2ൻ്റെയും ഡിഗ്രിയുടെയും PGയുടെയും എക്സ്പീരിയൻസിൻ്റെയും ഈ കാൾ ലെറ്ററും പിന്നെ HDC JDCയുടെയും ഒക്കെ വാരി വെജിറ്റബിൾ മലക്കറി മേടിച്ച് കൊണ്ടുവരുന്ന മട്ടിൽ വളരെ അലക്ഷ്യമായിട്ട് ഒരൊറ്റ കിറ്റിൽ ഇട്ട് കൊണ്ട് തൂക്കി വരുന്ന സംഗതികൾ, അപ്പോഴേ പോയി നിങ്ങളുടെ പെർഫോമൻസിൻ്റെ മാർക്ക്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളിവിടെ ആണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. എൻ്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു ഫയൽ ബോർഡ് സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് വാങ്ങുക. ഞാനതിൻ്റെ മോഡലൊന്ന് കാണിക്കാം. കണ്ടില്ലേ, ഈ തരത്തിലുള്ള ഒരു ഫയൽ ബോർഡ് നിങ്ങൾ വാങ്ങുക. ഇത് അഡീഷണലായിട്ട് പേജസ്, നിങ്ങൾക്ക് ഒത്തിരി പേജസ് ഇതിനകത്ത് കണ്ടാൽ മനസ്സിലാവും, ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു ഇതുപോലുള്ള ഫ്ലാപ്പുകൾ, അഡീഷണൽ പ്ലാസ്റ്റിക് ഫ്ലാപ്പുകളുള്ള ഒരു 10ഓ 50ഓ ഫ്ലാപ്പുകളുള്ള ഒരു ഫയൽ നിങ്ങൾ സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് വാങ്ങുക. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷൻസും നമുക്ക് ഈ തരത്തിൽ ആഡ് ചെയ്ത് വയ്ക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു ഫയൽ ബോർഡ് നീറ്റായിട്ടുള്ളത് നിങ്ങൾ വാങ്ങി ആദ്യമേ തന്നെ വയ്ക്കണം. ഇത് ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രമല്ല, ഈ പർട്ടിക്കുലർ ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രമല്ല, സ്ഥിരമായി നിങ്ങൾ കരുതേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലല്ല, നമ്മൾ വളരെ അടുക്കും ചുറ്റയുമുള്ള ഒരു വിദ്യാർത്ഥിയാണ്, ഉദ്യോഗാർത്ഥിയാണ്. ഈ രീതിയിൽ ഒരു പെർഫോമൻസ് ആയിരിക്കണം. നമ്മൾ ഈ ഫയൽ ഫ്ലാപ്പുകളിൽ, ഈ ഡോക്യുമെൻ്റ് ഫയലിലുള്ള ഫയൽ ഫ്ലാപ്പുകളിൽ ഓരോന്നിലും നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഇൻസേർട്ട് ചെയ്ത് വളരെ നീറ്റായിട്ട് വയ്ക്കുന്നു.
ആദ്യത്തെ ഫയൽ ഈ ഡോക്യുമെൻറ്റ് ഫയലിൻ്റെ ഫസ്റ്റ് പേജ് നിങ്ങൾ വിടുക. ഫസ്റ്റ് ഫയൽ ഫ്ലാപ്പിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഇൻസെർട്ട് ചെയ്യേണ്ട, അത് കാലിയായി വിടുക. സെക്കൻഡിൽ നിങ്ങളുടെ SSLC 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വയ്ക്കുക. അടുത്തതിൽ +2ൻ്റെ വയ്ക്കുക. അടുത്തതിൽ നിങ്ങൾ ഡിഗ്രി വയ്ക്കുക. അടുത്തതിൽ PG വയ്ക്കുക. പിന്നെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയ്ക്കുക. പിന്നെ HDC അല്ലെങ്കിൽ JDC ഉണ്ടെങ്കിൽ വയ്ക്കുക. പിന്നെ എക്സ്പീരിയൻസ് വയ്ക്കുക. പിന്നെ ഏറ്റവും അവസാനം കുറച്ചധികം പേപ്പേഴ്സ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് കാലിയായി വിടുക. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും അവസാനം ഒരു 2-3 കാലി പേപ്പേഴ്സ്, വൈറ്റ് പേപ്പേഴ്സ് നിങ്ങൾ എപ്പോഴും ഈ ഫയലിൽ കരുതുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സ്ക്രിബിളിംഗ് പാഡ്, എഴുതാനുള്ള പാഡ് കരുതുക. ഇതെപ്പോഴും വേണം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ പല അറകൾ ഉള്ള ഒരു ഡോക്യുമെൻ്റ് ഫയലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡുകൾ, മറ്റ് കാർഡ്സ്, പിന്നെ ഇൻവിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. പെൻ ഫോൾഡർ വയ്ക്കാം. ഇതെല്ലാം ചേർന്ന ഒരു സമ്പൂർണ്ണമായ ഒരു ഡോക്യുമെൻ്റ് ഫയലായിരിക്കണം. ഏത് ഇൻ്റർവ്യൂവിനായിരുന്നാലും ഇത് അപ്പോൾ ഓൺ ദ ഹാൻഡ് എടുക്കണം, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന. അവിടെയാണ് നമ്മളുടെ ഒരു നീറ്റ്നെസ് അല്ലെങ്കിൽ നമ്മുടെ അടുക്കും ചിട്ടയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇയാൾ പങ്ക്ച്വലാണ്, സിസ്റ്റമാറ്റിക്കാണ്. അതാണ് നമുക്ക് ആവശ്യം. അവിടെയാണ് അതിനെ ഫസ്റ്റ് ഫോൾഡർ ഒഴിച്ചിടാൻ ഞാൻ ആ ഘട്ടത്തിൽ പറഞ്ഞത്. അത് വേറൊന്നുമല്ല, ഏത് ഇൻ്റർവ്യൂവിനാണോ നിങ്ങൾ പങ്കെടുക്കുന്നത് ആ ഇൻ്റർവ്യൂവിൻ്റെ കാൾ ലെറ്റർ ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റ്സ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ബാക്കിയെല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പോൾ മനസ്സിലായല്ലോ. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ്സിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും അഡീഷണൽ കോപ്പികൾ, അറ്റസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള കോപ്പികൾ 1-2 കോപ്പികൾ വയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അതെല്ലാം ഇതിൻ്റെ ആദ്യത്തെ പേജിൽ ഈ ഇൻസെർട്ട് ചെയ്യേണ്ടതില്ല, മുകളിൽ തന്നെ ഫയലിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് ചോദിച്ചാൽ ചോദ്യകർത്താവിന് കൊടുക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ അത് എളുപ്പം ആക്സസ് ചെയ്യുന്ന രീതിയിലേക്ക് വയ്ക്കുക. അത് വേറൊരു ടിപ്പാണ്. ഓക്കെ, അവിടെ ചോദിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് തപ്പരുത്. അത് ഓൺ ദ ഹാൻഡ് എന്താ ചോദിക്കുന്നത് എടുത്ത് കൊടുക്കുക. അതെപ്പോഴും പലരും ചെയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പ് ഞാൻ നിങ്ങളോട് പറയും. ഇത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒരു ഇൻഡെക്സ് എപ്പോഴും തയ്യാറാക്കുക. ഫസ്റ്റ് പേജിൽ എന്ത്, സെക്കൻഡ് പേജിൽ SSLC അല്ലെങ്കിൽ 10th ലെവൽ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്, തേർഡ് ഫോൾഡറിൽ +2, പിന്നെ 4th ഡിഗ്രി, 5th PG, 6th ഇങ്ങനെ 1 by 1 ആയിട്ട് നിങ്ങൾ വച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുക. ആ ഇൻഡെക്സ് ഏറ്റവും അവസാനത്തെ പേജിൽ ഇൻസെർട്ട് ചെയ്യുക. എന്തിനാ? ഇത് വളരെ പ്രധാനമല്ലേ. ഇത് പല ഘട്ടത്തിലും നിങ്ങളോട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പലതും ആവശ്യപ്പെടും. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ആവശ്യപ്പെടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും പേജ് കാലിയായി കിടന്നാൽ അവിടുത്തെ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല. ജസ്റ്റ് ഗോ ടു ഇൻഡെക്സ്. ആ ഇൻഡെക്സിൽ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഏത് സർട്ടിഫിക്കറ്റാണ് മിസ്, അപ്പോൾ നമുക്കറിയാം ഇന്നയാൾ ചോദിച്ചു, അപ്പോൾ തന്നെ ചോദിച്ചു മേടിച്ച് അത് അവിടെ തന്നെ പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാനുള്ള, ഇൻ്റർവ്യൂ കഴിയുമ്പോൾ പോയ പോലെ മൊത്തം സാധനങ്ങളും തിരികെ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമാണ് ഇൻഡെക്സ്. അത് മറക്കണ്ട, അത് വളരെ പ്രധാനം. ഇൻഡെക്സിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് എന്താണ്. ഓക്കെ, ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് അധികം ആരും ചെയ്യാത്ത ഒരു സംഗതിയുമാണ്. എന്താ സംഗതി? നമ്മൾ കാൾ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ബാങ്കിലേക്കാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ശേഷം ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പ് ഏതെങ്കിലും 1-2 ദിവസം മുമ്പ് നിങ്ങൾ ഒരു പേഴ്സണൽ വിസിറ്റ്, ഇത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഒരു പേഴ്സണൽ വിസിറ്റ് ആ ബാങ്കിലേക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. മസ്റ്റാണത്. എന്തിനാത്? കുറച്ചധികം കാര്യങ്ങൾ ഈ ബാങ്കിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. എന്തൊക്കെ കാര്യങ്ങളാണ്? നിങ്ങൾ ഒരു ബാങ്കിലേക്ക് നേരിട്ട് ചെന്നാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ആ ബാങ്കിൻ്റെ ഫുൾ നെയിം വിത്ത് രജിസ്റ്റർ നമ്പർ. ഓക്കെ, ആ ബാങ്കിൻ്റെ ഫുൾ നെയിം. അപ്പോൾ മിക്കവാറും ഇൻ്റർവ്യൂവിൽ ബാങ്കിൻ്റെ പേര് ചോദിച്ചാൽ വാലും തുമ്പുമില്ലാതെ ഭാഗികമായി പറയുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളെ കണ്ടിട്ടുണ്ട്. അത് നല്ല ഒരു പ്രവണതയല്ല. ബാങ്കിൻ്റെ ഫുൾ നെയിം നിങ്ങൾ പറയണം, അവിടെ എഴുതി വച്ചിരിക്കുന്ന മാതൃകയിൽ, ഒപ്പം രജിസ്റ്റർ നമ്പരും പറയണം. അതിനാണ് അത് നോക്കി കണ്ട് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത്. അതിനോടൊപ്പം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടോ അവിടുത്തെ സുഹൃത്തുക്കളോടോ നിങ്ങൾ ആ ഏരിയയിലുള്ള പ്രദേശത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോടോ നിങ്ങൾ ഇൻ്ററാക്ട് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ റൈറ്റിംഗ് സ്ക്രിബിളിംഗ് പാഡിൻ്റെ കേസ് ചെയ്യാൻ പറഞ്ഞു, അതിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആ ബാങ്കിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും പറഞ്ഞ ബാങ്കിൻ്റെ പേരിന് പുറമെ ഈ ബാങ്കിന് ബ്രാഞ്ചുകളുണ്ടോ,
ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ എത്ര ബ്രാഞ്ചുകൾ, അത് എവിടങ്ങളിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഈ ബാങ്കിന് എൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതിന് മെഡിക്കൽ സ്റ്റോർ ഉണ്ടോ, നീതി സ്റ്റോർ ഉണ്ടോ, അതിന് വളം ഡിപ്പോ ഉണ്ടോ, ടെക്സ്റ്റൈൽസ് ഉണ്ടോ, പ്രൊവിഷൻ സ്റ്റോർ ഉണ്ടോ, ഇനി അതുപോലെ തന്നെ ആംബുലൻസ് സർവീസ് ഉണ്ടോ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നുണ്ടോ, ഇനി മറ്റു ബിസിനസ്സുകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ബാങ്കിനെക്കുറിച്ച് ആ ബാങ്കിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേരെന്താണ് മസ്റ്റായിട്ട് മനസ്സിലാക്കുക. കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണ്, വനിതാ അംഗമാരാണ്, പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ വന്ന മെമ്പർ ആരാണ്, അപ്പം മൊത്തം എത്ര മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളാണുള്ളത്, ആ ബാങ്കിന് ആകെ അംഗസംഖ്യ എത്ര, അംഗങ്ങൾ എത്ര, ആ ബാങ്കിൻ്റെ ലോൺ എത്ര, ഇത് കൂടി അറിയാമെങ്കിൽ നല്ലതാണ്. ലോൺ എത്ര, ലോൺ ഔട്ട്സ്റ്റാൻഡിങ് എത്ര, ഇതൊക്കെ ചോദിക്കും. നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ഏതൊക്കെ പ്രോബബിൾ ചോദ്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അത് ആ ഘട്ടത്തിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ബാങ്കിനെക്കുറിച്ച് നിങ്ങൾ ഒരു മിനിമം ലെവലിൽ, ആ ബാങ്ക് എന്നാണ് പ്രവർത്തനം തുടങ്ങിയത്, ബാങ്കിൻ്റെ ചിലപ്പോൾ ജൂബിലി ആഘോഷങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. എന്നാണ് നടന്നത്, ആരാണത്, ഒരു ജനറൽ ഐഡിയ എബൌട്ട് ദ ബാങ്ക് അത് നിങ്ങൾ കളക്ട് ചെയ്തിരിക്കണം. ചെയ്തിട്ടേ ഇൻ്റർവ്യൂവിന് പോകാവൂ. ദാറ്റ് ഇസ് മസ്റ്റ്. ഞാൻ പറഞ്ഞു, ആ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് ആരാണ്, സെക്രട്ടറി ആരാണ്, മാനേജിംഗ് ഡയറക്ടർ ഉണ്ടെങ്കിൽ അത് ആരാണ്, അതുപോലെ എത്ര ജീവനക്കാരുണ്ട്, എത്ര അംഗങ്ങളുണ്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ സുപ്രധാനമായ മറ്റൊരു കാര്യം, ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഏത് പരിധിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ മനസ്സിലാക്കി വച്ചിട്ട് മാത്രമാണ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആ ഡേറ്റിലേക്ക് പോകേണ്ടത്. ഇത് മസ്റ്റാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം ഒന്നുകൂടി എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്ത് ഉറപ്പാക്കി വെക്കണം. അത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. തലേ ദിവസത്തെ ഒരു റീചെക്കിങ്. അപ്പോൾ അതിൻ്റെ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ ചെയ്തിട്ടുണ്ടോ, എല്ലാ നടപടികളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പാക്കിയാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ പോകാം. എല്ലാം ഓക്കെയാണ്, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്, ആരെ പേടിക്കാനാ? അപ്പോൾ ഈ രീതിയിൽ ആണ് നമ്മൾ മുന്നൊരുക്കം നടത്തേണ്ടത്. മുന്നൊരുക്കം നല്ല രീതിയിൽ നടത്തിയാൽ ടെൻഷനില്ലാതെ വളരെ പ്ലസൻ്റായിട്ട് സന്തോഷത്തോടെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാം. അതിനാണ് ടൈമിങ്ങിനെ സംബന്ധിച്ചാണ്. ഏതൊരു ഇൻ്റർവ്യൂവിനും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇൻ്റർവ്യൂവിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ആ പ്രിമിസസിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. വളരെ താമസിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയി മാറും. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല, താമസിച്ച് പോകുന്ന പരിപാടിയില്ല. ഇനി 1 മണിക്കൂറെങ്കിലും നേരത്തെ എത്തുക. ഇനി ചില ആൾക്കാരുണ്ട്, നേരത്തെയും ഇല്ല താമസിച്ചുമില്ല, വളരെ ഷാർപ്പായിരിക്കും. അത്തരക്കാർക്ക് പലപ്പോഴും ചില അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താ അപകടം? വളരെ ഷാർപ്പായിട്ട് ബൈക്ക് ഓടിച്ചു വരുന്നു, ട്രാഫിക് ജാം, കഴിഞ്ഞില്ലേ കാര്യം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ എങ്ങനെയുമെങ്കിലുമൊക്കെ എത്തി ബൈക്ക് അല്ലെങ്കിൽ വാഹനം ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്യുന്നു. വളരെ ഹറിബറിയായിട്ട് അവർ അവരെ പേര് വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് അവരെത്തിയത്. അവർ ഓടി ഇങ്ങനെ ഇൻ്റർവ്യൂ റൂമിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ, ആ ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കയ്യിൽ സർട്ടിഫിക്കറ്റിൻ്റെ സഞ്ചി, മറുകൈയിൽ ചിലപ്പോൾ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല, മറുകൈ, പിന്നെ ഒരു തോളിൽ ഒരു സഞ്ചി, കയ്യിൽ അഡീഷണൽ ഒരു ഹെൽമെറ്റ്, ഇത്രയുമായിട്ട് എൻ്റെ പേര് വിളിച്ചോ ചോദിച്ച് ഇടിച്ചു കയറി പോകുന്നവരെ കണ്ടിട്ടുണ്ട്. പോയി. ഒരു കാരണവശാലും അത്തരക്കാർ ഇതിലേക്ക് ക്വാളിഫൈ ചെയ്തു വരില്ല. നമ്മുടെ പെർഫോമൻസും നമ്മുടെ ക്യാരക്ടറും എല്ലാം അവിടെ അസസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, ഫെയിലായി. അപ്പോൾ അത്തരമല്ല, നമ്മൾ വളരെ നേരത്തെ റിലാക്സായിട്ട് വളരെ മാനസിക സമ്മർദ്ദം ലഘൂകരിച്ചുകൊണ്ട് വളരെ ഈസി വാക്കായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതിനെപ്പോഴും ചെയ്യേണ്ടത് നേരത്തെ എത്തുക, ചുറ്റുപാടും മനസ്സിലാക്കുക, കാര്യങ്ങൾ നോക്കിക്കണ്ട് വീക്ഷിക്കുക, ഇൻ്റർവ്യൂ എങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുക, എത്ര സമയം എടുക്കുന്നു എന്ന് നിങ്ങൾ അസസ് ചെയ്യുക. വളരെ സന്തോഷത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. നേരത്തെ എത്തിയാൽ മാത്രം മതി. ബാക്കിയൊക്കെ നിങ്ങൾ അവിടെ മൊത്തത്തിൽ ഒരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ വാച്ചിങ്, അത് മാത്രം മതിയാവും. ഓക്കെ, ഞാൻ പറയുന്ന നിങ്ങൾക്ക് മറ്റൊരു ടിപ്പ്, നമ്മളുടെ ഡ്രസ് കോഡ്. പ്രത്യേകിച്ച് ഡ്രസ് കോഡൊന്നും ഇൻ്റർവ്യൂവിന് ആരും അസസ് ചെയ്യുന്നില്ല, ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളുടെ ഒരു ഡ്രസ് കോഡ് നിശ്ചയിക്കണം. വളരെ നീറ്റ്ലി ഡ്രസ്ഡ് ആയിരിക്കണം. എക്സിക്യൂട്ടീവ് രീതിയിൽ നമ്മൾ ഷർട്ടെല്ലാം അയൺ ചെയ്ത് നല്ല നിലയിൽ മുടിയൊക്കെ ചീകി, പിന്നെ
നല്ല ഒരു അപ്പിയറൻസോടുകൂടി ചിരിക്കുന്ന മുഖത്തോടുകൂടി വേണം നിങ്ങളിതിനെ അപ്രോച്ച് ചെയ്യാൻ. അതുകൊണ്ട് ഡ്രസ് കോഡില്ല എങ്കിലും നീറ്റ്ലി ഡ്രസ്ഡ്, അത് പെൺകുട്ടികളാണെങ്കിൽ ചുരിദാർ, അതിലൊന്നും വിഷയമില്ല. ആൺകുട്ടികളാണെങ്കിൽ ഷർട്ട് ആൻഡ് പാൻസ് ഇൻസർട്ട് ചെയ്ത് വരാം. അതുപോലെ തന്നെ ഒരു ഫയൽ, അതിനപ്പുറത്തേക്കുള്ള സാധനങ്ങൾ നിങ്ങൾ കരുതേണ്ടതില്ല. ഒരു ഫയൽ മാത്രം. ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് നിങ്ങളെ കാണുമ്പോൾ ഫീൽ ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് ഇൻ്റർവ്യൂ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം. നിങ്ങളുടെ പേര് വിളിക്കുന്നു, ഞാൻ പറഞ്ഞതുപോലെ നീറ്റ്ലി ഡ്രസ്സാണ്, ഫയൽ ബോർഡ് കയ്യിലുണ്ട്. പേര് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹറിബറിയായിട്ട് ആ വാതിൽ തള്ളി തുറന്നകത്തേക്ക് ഓടി കയറേണ്ട കാര്യമൊന്നുമില്ല. ഏതോ സിനിമയിലെ ശ്രീനിവാസൻ പോകും പോലെ അങ്ങനെയല്ല ചെല്ലേണ്ടത്. മിക്കവാറും ആ ബോർഡ് റൂമിനകത്ത് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ഉണ്ടാവും, കമ്മിറ്റി അംഗങ്ങളുണ്ടാവും, ചിലപ്പോൾ സെക്രട്ടറി ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ സബ്ജക്റ്റ് എക്സ്പെർട്ട് ആയിട്ട് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ARO മറ്റോ ഉണ്ടായിരിക്കും. ഒരു 5-6 പേര് ഉള്ളവർ, 7 പേരോ ഒക്കെ ഉള്ള ബോർഡുകൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതിലും കുറവായിരിക്കും. അത് നിങ്ങൾ നോക്കണ്ട, ഒരു 5 ആൾ നിങ്ങൾ പ്രതീക്ഷിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു ബോർഡിൻ്റെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരു കാരണവശാലും ഒരു ഭയം അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ള ജോലി നിങ്ങൾക്ക് തന്നെ കിട്ടും. ബി കോൺഫിഡൻറ്റ്, ബി ഹാപ്പി. അതായിരിക്കും എപ്പോഴും. ചിരിച്ച മുഖം തന്നെ വേണം. പിന്നെ എങ്ങനെ അതിനകത്ത് കയറുക? നിങ്ങൾ ആ വാതിൽ നോക്ക് ചെയ്യുക. എന്നിട്ട് പതുക്കെ തുറന്നിട്ട് മേ കമിൻ സാർ. ഇനി ഇതൊന്നും പറയാൻ പറ്റാത്തവർക്ക് സർ എന്നെങ്കിലും പറയുക. അപ്പോൾ അവർ ഉള്ളിലേക്ക് വരാൻ പറയുന്നു. നിങ്ങൾ താങ്ക് യു പറയണം, താങ്ക്സ് പറയണം. ഉള്ളിലേക്ക് പറയാം, താങ്ക് യു സാർ എന്ന് പറയുക. നിങ്ങൾക്ക് അലൗട്ട് ചെയ്തിട്ടുള്ള സീറ്റിലേക്ക് നിങ്ങൾ പോവുക. ഇരിക്കാൻ പറയും. ഒരു മോസ്റ്റ് പ്രോബബ്ലി അവർ പറയും. അപ്പോൾ കസേര ഒരു വല്ലാതെ വലിച്ച് ഒരു ശബ്ദം ഉണ്ടാക്കി ഇരിക്കേണ്ട കാര്യമില്ല. അതൊരു ഫിക്സ്ഡ് ചെയർ ആയിരിക്കും മിക്കവാറും. അപ്പോൾ ആ ചെയറിലേക്ക് നിങ്ങൾ സാവധാനം ഇരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ. ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഒരു ഭയം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നിങ്ങളുടെ മുഖത്ത് ഫീൽ ചെയ്യാൻ പാടില്ല. കോൺഫിഡൻസോടുകൂടി, ചിരിച്ച മുഖത്തോടുകൂടി നിങ്ങൾക്ക് അലൗട്ട് ചെയ്യപ്പെട്ട ആ സീറ്റിലേക്ക് നിങ്ങൾ പോകുന്നു. നിങ്ങൾ ഇരിക്കുന്നത് എങ്ങനെ? സ്റ്റഡി ആയിരിക്കുന്നു. കൂനിക്കൂടി ഉള്ള ഇരിപ്പ് വേണ്ട. വളരെ സ്റ്റഡി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഫയൽ ആ ഒരു ബോർഡ് റൂമിൻ്റെ ഒരു വലിയ വിശാലമായ ഒരു ടേബിൾ ഉണ്ടാവും മിക്കവാറും. ആ ടേബിളിന് മുകളിലേക്ക് നിങ്ങൾ വയ്ക്കുന്നു. നിങ്ങളുടെ ആ ഫയൽ ബോർഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഫയലിനും മുകളിലായിട്ട് നിങ്ങളുടെ 2 കൈയും പ്ലേസ് ചെയ്യുന്നു. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന സർ, അതാരോ ആയിക്കോട്ടെ, മിക്കവാറും ബാങ്കിൻ്റെ പ്രസിഡന്റ് ആകാനാണ് സാധ്യത, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ ചോദ്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. ഇതായിരിക്കണം അവിടുത്തെ ആദ്യത്തെ ഒരു അറ്റ്മോസ്ഫിയർ. മനസ്സിലാവുന്നതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, ചില ഉദ്യോഗാർത്ഥികൾ കുനിഞ്ഞിരിക്കുന്നത്, ആരെയും ഫേസ് ചെയ്യാൻ വയ്യ എന്നുള്ള മട്ടിൽ കുനിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നല്ല ഒരു ശീലമല്ല. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലുള്ള സാറിനെ നോക്കി ഇരിക്കുക. ചില ആൾക്കാർ ആരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് ആ വിശാലമായ ബോർഡ് റൂമിൻ്റെ മുക്കിലും മൂലയിലും ഫാനിൻ്റെ മണ്ടയ്ക്കും അല്ലെങ്കിൽ മച്ചിലും ഒക്കെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊന്നും വേണ്ട. അതൊന്നും ശരിയായിട്ടുള്ളൊരു രീതിയല്ല. നമ്മൾ നോക്കേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെ ചോദ്യം ചോദിക്കാൻ തയ്യാറായിരിക്കുന്ന അവരുടെ മുഖത്തേക്ക് വളരെ നിസ്സാരമായിട്ട്, ഇതിൻ്റെയൊക്കെ വളരെ ഈസി അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. ആ രീതിയിൽ നിങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കി, മുഖത്തോട് മുഖം നോക്കി. അതാണല്ലോ മുഖാമുഖം എന്നാ പറയുക, അല്ലാതെ മുഖം അല്ല, മുഖാമുഖം. അതാണ് ഈ പേര്. അംഗങ്ങൾക്ക് മുഴുവൻ കേൾക്കാൻ ഉതകുന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കുക. വളരെ പതിഞ്ഞ സ്വരത്തിൽ നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റാത്ത രീതിയിലല്ല. നിങ്ങൾ പറയുന്നത് അവിടെ ഇരിക്കുന്ന 5 അല്ലെങ്കിൽ 7 പേർക്ക് കേൾക്കാൻ പാകത്തിലുള്ള ശബ്ദം, അതിലും ഉച്ചത്തിലേക്ക് ശബ്ദം ഉയർത്തേണ്ട കാര്യമില്ല. ഒരു മീഡിയം ശബ്ദത്തിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ. ഇനി ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയില്ല, എന്താണ് അതിൻ്റെ മാർഗം? അവിടെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ അറിയുന്ന ഒരു ഉത്തരം എങ്ങനെ അവതരിപ്പിക്കുമോ അതുപോലെ തന്നെയാണ് അറിയാത്ത എല്ലാ ഉത്തരങ്ങളും അറിയുന്ന ഒരു വ്യക്തി ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അത് കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അറിയാൻ വയ്യാത്തതിന് കോൺഫിഡൻ്റ് ആയിട്ട് സോറി സാർ അത് അറിയില്ല എന്ന് പറയുക, അറിയില്ല എന്ന് പറയുക, സോറി സാർ അറിയില്ല എന്ന് പറയുക. അതിൽ ഒരു തെറ്റുമില്ല. തെറ്റു പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക. അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉത്തരങ്ങൾ എപ്പോഴും പോസിറ്റീവ് സെൻസിലായിരിക്കണം. നെഗറ്റീവ് സെൻസിൽ അവരോട് മറു ചോദ്യങ്ങൾ ചോദിച്ചുള്ള നെഗറ്റീവ് സംസാരങ്ങൾ ഇൻ്റർവ്യൂവിൽ പാടുള്ളതല്ല. അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയുക. ഈ രീതിയിലുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ചായിരിക്കണം നമ്മൾ അവിടെ അവലംബിക്കേണ്ടത്. ഇത് മനസ്സിലായി കാണും എന്ന്. അപ്പോൾ നമ്മൾ സംസാരിച്ചു, ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്കറിയില്ലെങ്കിൽ വളരെ
പോസിറ്റീവായിട്ടുള്ള മറുപടി വേണം അതിന് കൊടുക്കാൻ. അറിയില്ല എന്ന് പറയുക, സോറി സാർ അറിയില്ല എന്ന് പറയുക. തെറ്റായിട്ടുള്ള ഉത്തരം പറയുന്നതിനേക്കാൾ എപ്പോഴും നല്ലതാണ് നമ്മൾ അറിയില്ല എന്ന് പറയുന്നത്. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒട്ടും തന്നെ കുറയ്ക്കില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. അപ്പോൾ ആ രീതിയിലുള്ള അപ്രോച്ചായിരിക്കണം നമ്മൾ ആൻസർ നൽകുന്നത്. അപ്പോൾ നോക്കുന്ന ആൾ ആരാണോ ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യകർത്താവിനോട് നേരെ മുഖത്ത് നോക്കി മറുപടി കോൺഫിഡൻ്റായിട്ട് ചിരിച്ചുകൊണ്ട് പറയുക. അതാണ് നമ്മുടെ സ്റ്റൈൽ ഓഫ് അപ്രോച്ചായിട്ട് ഇൻ്റർവ്യൂവിന് ഏറ്റവും ഉചിതമായി. സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും ആദ്യം. ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന ആളിന് നിങ്ങളുടെ ഫയൽ ബോർഡ് തുറന്ന് കൃത്യമായി ഇൻഡെക്സ് നോക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ് എവിടെയാണെന്നറിയാം. കൃത്യമായി അതിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് അവരുടെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കാൻ കഴിയും. തിരിച്ചു വാങ്ങാൻ മറക്കണ്ട, അത് ഇപ്പോൾ തന്നെ ഓർത്തു വയ്ക്കും. അത് നൽകുക. ചില ബാങ്കിനെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ്സ് എല്ലാം നേരത്തെ തന്നെ പരിശോധിച്ചിട്ടായിരിക്കും നിങ്ങളുടെ അകത്തേക്ക് കയറുക. അങ്ങനെയാണെങ്കിൽ അത് ചോദിക്കാൻ സാധ്യതയുമില്ല. ഏതാണോ അവിടുത്തെ രീതി അതനുസരിച്ച് യുക്തമായി പെരുമാറുക. അതാണ് ആ ഘട്ടത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ വീഡിയോയുടെ ആ ഘട്ടത്തിലേക്ക് കടക്കാം. എന്താണ് അവർ ചോദിക്കാൻ സാധ്യത, എന്താണ് ക്വസ്റ്റ്യൻസ് സാധ്യതകൾ, അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട. ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങളുടെ പേരായിരിക്കും. നിങ്ങളുടെ പേര് ചിലപ്പോൾ അവർ അനൗൺസ് ചെയ്യും, പറയും ഇത് തന്നെയല്ലേ എന്ന് ചോദിക്കും, അതേ പറയുക. അല്ലെങ്കിൽ പേര് ചോദിച്ചാൽ ഫുൾ നെയിം പറയുക. ഭാഗികമായി പേര് പറഞ്ഞ് അവസാനിപ്പിക്കരുത്, ഫുൾ നെയിം പറയുക. ഈ പേര് പറയുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ് മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഉദ്യോഗാർത്ഥി പാനൽ പേര് ചോദിച്ചു. എന്താ പേര്? ഈ കക്ഷിയുടെ പേര് യഥാർത്ഥത്തിൽ സുരേന്ദ്രനാഥൻ നായർ എന്നായിരുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ പുള്ളി വളരെ കാഷ്വലായിട്ട് പുള്ളിയെ വീട്ടിൽ ഫ്രണ്ട്സും ഒക്കെ വിളിക്കുന്ന എൻ്റെ പേര് സുരു. എങ്ങനെയുണ്ട്? സുരേന്ദ്രനാഥൻ നായർ എന്ന ഔദ്യോഗിക പേരുകാരൻ ഇൻ്റർവ്യൂ പാനലിനോട് പറഞ്ഞത് എൻ്റെ പേര് സുരു. അവർ ഒരു കൂട്ടച്ചിരിയായിരുന്നു അത്. പക്ഷെ അതല്ല, നമ്മളങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മുടെ ആക്ച്വൽ ഫുൾ നെയിം വേണം അവിടെ എക്സ്പ്രസ് ചെയ്യാൻ. ഇത് ഞാൻ അതുപോലെ മറ്റൊരു ചോദ്യത്തിന് പ്രസക്തിയുള്ളത്, നിങ്ങൾ എഴുത്തു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കാഷ്വലായിട്ട് അവർ ചോദിക്കും, ശ്രദ്ധിക്കണം. റിട്ടൺ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഒരു സ്ലാങ് ഉണ്ടല്ലോ, കുഴപ്പമില്ല, അതാണല്ലോ ഇപ്പോഴത്തെ പറച്ചിൽ. അപ്പോൾ നിങ്ങൾ എളുപ്പമായിരുന്നു എന്ന് പറയുക. എത്ര മാർക്ക് കിട്ടും? സ്വാഭാവികമായിട്ടും അവർ അടുത്ത ഒരു ചോദ്യം അത് തന്നെയായിരിക്കും. നിങ്ങൾ അതിൻ്റെ ആൻസർ കീ ഒക്കെ വന്ന സ്ഥിതിക്ക് നിങ്ങളെല്ലാം കൂട്ടി പറക്കി വെച്ചിരിക്കും. ഔട്ട് ഓഫ് 80 നിങ്ങൾക്ക് ചിലപ്പോൾ 70യോ 60യോ 65 ഒക്കെ കിട്ടുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ അത്രത്തോളം ഒന്നും കറക്റ്റായിട്ട് അത് അങ്ങ് ഹൈ എൻഡിലുള്ള മാർക്കുകൾ അവിടെ അവതരിപ്പിക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗി എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾ ഒരു കുറച്ച് താത്തി പറയുന്നതായിരിക്കും നല്ലത്. കാരണം ചോദിക്കാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചാണ്. വിദ്യാഭ്യാസ യോഗ്യത പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിനെ സംബന്ധിച്ചുള്ള ഒരു കണ്ടിന്യൂസ് ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കോമേഴ്സുകാരനാണെങ്കിൽ കോമേഴ്സുമായി ബന്ധപ്പെട്ട അക്കൗണ്ടൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ ഹിസ്റ്ററിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഇനി മൂന്നാമത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബബിൾ ചോദ്യം ചോദിച്ചു കാണുന്നത് എക്സ്പീരിയൻസ് സംബന്ധിച്ചാണ്. മുൻപ് ഏതെങ്കിലും ബാങ്കിലോ മറ്റ് സഹകരണ സ്ഥാപനത്തിലോ ജോലി എടുത്തിട്ടുണ്ടോ? ചോദ്യം ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ചും ആ ജോലിയെ സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങൾ തുടർ ചോദ്യങ്ങളായിട്ടുണ്ടാകാം. ഇതും ഈ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, അത് വല്ലാതെ ലെങ്തി ആയി പോകും നമ്മുടെ വീഡിയോ. അത് ചോദ്യങ്ങളെ സംബന്ധിച്ച് വിശദമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ ഈ ചോദ്യം മാത്രം പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം നിങ്ങളുടെ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ആവശ്യമില്ലാത്തതുകൊണ്ട് ആർക്കും എവിടെയും അപ്ലൈ ചെയ്യാം, ഏത് ബാങ്കിലും ജോലിക്ക് പോകാം. പക്ഷേ ബാങ്കിൻ്റെ ഭരണസമിതി എപ്പോഴും നിങ്ങളെ ബാങ്കിന് പെട്ടെന്ന് കിട്ടണം എന്നുള്ള ചിന്താഗതി അവർക്കുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പം വളരെ ദൂരെയുള്ള അടുത്ത താലൂക്കിലോ അല്ലെങ്കിൽ വളരെ ദൂരെയുള്ളൊരു സ്ഥലമാണ് ചിലപ്പോൾ നിങ്ങളുടെ വീട്. പക്ഷേ അത് തെറ്റായിട്ട് പറയാൻ പാടില്ല, അത് വളരെ കറക്റ്റായിട്ട് തന്നെ പറയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജോലി കിട്ടിയാൽ എങ്ങനെ ബാങ്കിലേക്ക് കൃത്യമായി എത്താൻ കഴിയും? അത് ബുദ്ധിമുട്ടാണല്ലേ? ഒരു നെഗറ്റീവ് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ എത്താൻ ബുദ്ധിമുട്ടാണല്ലോ? ഒരിക്കലുമല്ല. നിങ്ങൾ പറയേണ്ടത് ബുദ്ധിമുട്ടില്ല സാർ, ഞാൻ കൃത്യമായി എത്തും. അതിങ്ങനെ എത്തും? അത് എനിക്ക് 2 വീലറുണ്ട്, സ്കൂട്ടറുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ സ്കൂട്ടർ ഓടിക്കും, ആൺകുട്ടികളാണെങ്കിൽ ബൈക്ക് ഓടിക്കും. അത് അങ്ങനെ എത്താൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, എളുപ്പം എത്താൻ കഴിയുന്ന രീതിയിലാണ് എൻ്റെ വീട്, അത് പറയുക. ഇനി അതുമല്ല, ഒത്തിരി ദൂരെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാം. ജോലി കിട്ടിയാൽ എൻ്റെ താമസം ബാങ്കിനടുത്തേക്ക് മാറാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
അതോടെ ആ പ്രശ്നം അവിടെ കഴിഞ്ഞു. പിന്നെ അത് സംബന്ധിച്ചവർക്ക് മറ്റൊന്നും പറയാനുണ്ടാവില്ല, അതോടെ കഴിഞ്ഞു. ഈ രീതിയിലായിരിക്കണം പോസിറ്റീവ് ആൻസർ നിങ്ങളുടെ ഭാഗത്തു നിന്ന്. ചോദ്യം ചോദിച്ചു കാണുന്നത് ഈ ജോലി കിട്ടിയാൽ നിങ്ങളുടെ ജോലികൾ എന്തായിരിക്കും എന്നത് സംബന്ധിച്ചാണ്. ഇപ്പോൾ ക്ലറിക്കൽ ജോലി, സെക്രട്ടറി, അസിസ്റ്റന്റ് മാനേജർ, ഇങ്ങനെ അക്കൗണ്ടന്റ്, ഇങ്ങനെ വിവിധ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഇങ്ങനെ വിവിധ തസ്തികകളിലാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോലി എന്തായിരിക്കും ബാങ്കിൽ എന്നുള്ള ചോദ്യം, അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ബാങ്ക് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ജോലികളുടെ രീതി നിങ്ങൾ ബാങ്കിൻ്റെ ഒരു പൊതു വിവരം ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടി മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, പിന്നെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരോ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും ചെയ്യാൻ എനിക്ക് വിമുഖതയില്ല, താല്പര്യമാണ് എന്ന് കൂടി ആഡ് ചെയ്യുക. പ്രശ്നം പോസിറ്റീവായി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബാങ്കിനെ സംബന്ധിക്കുന്ന വേറബിൾസാണ്. അത് നമ്മൾ 2 ദിവസം മുമ്പ് ബാങ്ക് സന്ദർശിച്ച് ഇത്തരം കാര്യങ്ങൾ ശേഖരിക്കണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ബാങ്കിൻ്റെ പേര്, പ്രസിഡൻ്റിൻ്റെ പേര്, സെക്രട്ടറിയുടെ പേര്, ബ്രാഞ്ചസിൻ്റെ പേര്, ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് സംബന്ധിച്ച് പിന്നെ വിശദമായി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെ ചോദ്യങ്ങൾ ചിലപ്പം ഉണ്ടാകാം. അതിനാണ് നേരത്തെ ബാങ്കിനെ സംബന്ധിച്ച് പിന്നെ ഉള്ള വിവരങ്ങൾ ശേഖരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. എത്രാമത്തെ ഭരണസമിതിയാണിത്, ഭരണസമിതിയുടെ അംഗങ്ങളുടെ പേര്, ഇതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ഘട്ടത്തിൽ ആ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു കാര്യം, ഈ ലോൺ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്കിൻ്റെ പ്രധാന പ്രവർത്തനം അത് തന്നെയല്ലേ. ലോൺ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അനുവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്തൊക്കെ, ഈ ചോദ്യം വരാം. ഇനി ലോൺ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ലോൺ തിരിച്ചടവ് പലപ്പോഴും സംഭവിക്കാറില്ല. അതാണ് ബാങ്കിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ NPA എന്ന് പറയുന്നൊരു സംഗതി ബാങ്കിൽ വല്ലാതെ വർദ്ധിക്കുന്നു. ഈ NPA കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരിക്കും? ഇതൊരു സ്വാഭാവികമായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊരു ചോദ്യം, ബാങ്കിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചിട്ടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചിട്ടി അംഗങ്ങളെ അല്ലെങ്കിൽ ചിറ്റാളന്മാരെ ചേർക്കാൻ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങളൊക്കെ ചില ബിരുദന്മാർ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആപ്റ്റായിട്ടുള്ള മറുപടി നിങ്ങളുടെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ചിലപ്പോൾ പാനലിൽ ഉണ്ടായി എന്ന് വരും. അത് മിക്കവാറും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥനായിരിക്കും, അസിസ്റ്റന്റ് രജിസ്ട്രാർ AR ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് അധികം സബ്ജക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചില ചോദ്യങ്ങൾ ചിലപ്പോൾ പോയെന്ന് വരാം. പിന്നെ ആക്ട് ആൻഡ് റൂൾസിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പുതിയ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട സംഗതികൾ, ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഗതികൾ ഒക്കെ നിങ്ങളൊന്ന് ഒരിക്കൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരു സംഘം സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡ് ഏതാണ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങൾ ചിലപ്പോൾ വളരെ സിമ്പിളാണ് സംഗതി. ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡ് ഏതാ? മിനിറ്റ്സ് ബുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡ്, അത് സൂക്ഷിക്കുക. അത്തരം കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, അതൊക്കെ വിശദമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ജനറലായിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സഹകരണ വകുപ്പ് മന്ത്രി ആരാ? ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആരാ? ഇതൊക്കെ ചോദിച്ചു കേട്ടിട്ടുള്ളതാണ്. അതുപോലെ പിന്നെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരാ? അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സഹകരണ ഫ്ലാഗ് സംബന്ധിച്ച്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് കോൺഗ്രസ് സംബന്ധിച്ച്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് വീക്ക് സംബന്ധിച്ച് അതിൻ്റെ ഡേറ്റുകളും അതിൻ്റെ പിന്നെ സഹകരണ ഫ്ലാഗിൻ്റെ ഏറ്റവും മുകളിലേക്ക് വരേണ്ട നിറം ഏതാണ്? ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ചില കോപ്പറേറ്റീവ് മേഖലയിലുള്ള പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പെക്സ് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സംസ്ഥാന സഹകരണ യൂണിയൻ പ്രസിഡന്റ് ആരാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഇതുപോലെ അപ്പെക്സ് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. ഇതൊക്കെ ചോദിച്ച് കണ്ടു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻ്റർവ്യൂ നടക്കുന്ന ദിവസത്തെ പത്രം, അതിൻ്റെ ഹെഡിങ് ഉൾപ്പെടെ രാവിലെ തന്നെ ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ഓടിച്ച് വായിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും വാർത്തകൾ വന്നാൽ ചില ബിരുദന്മാർ, ചില ഇൻ്റർവ്യൂ പാനൽ അംഗങ്ങൾ അവർക്ക് മറ്റൊന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് അന്നത്തെ പത്രത്തിൽ കണ്ട ഏതെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അത് പറയാൻ വിട്ടാൽ നമ്മളൊരു ജനറൽ നോളജ് ഇല്ലാത്ത, കറണ്ട് അഫേഴ്സ് ഇല്ലാത്തവരാണ് എന്നുള്ള ധാരണ വരും. അത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് എഴുത്തു പരീക്ഷ പോലെ അത്ര ഇൻ ഡെപ്ത് സ്റ്റഡി ഇൻ്റർവ്യൂവിന് ആവശ്യമില്ല. ഒരു ഓവറോൾ നോട്ടം മാത്രം മതിയാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ, ഒരു മുന്നൊരുക്കം നടത്തിയാൽ ഏത് ഇൻ്റർവ്യൂവും നിങ്ങൾക്ക് അതിവിദഗ്ധമായിട്ട് നല്ല നിലയിൽ, നല്ല രീതിയിൽ
പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് പരമാവധി നിങ്ങൾക്ക് കിട്ടാവുന്നുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനോ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു സങ്കോചമോ ആവശ്യമുള്ള ഒരു സംഗതിയല്ല. വളരെ താല്പര്യത്തോടെ വളരെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയായിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിനെ കാണുക. പല ഇൻ്റർവ്യൂകളിലും ഈ സാധാരണ CSEB ഇൻ്റർവ്യൂ മാത്രമല്ല മറ്റു പല ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിരിക്കുക. ഈ ജോലി നമ്മുടെ ജോലി നമുക്ക് തന്നെ റിസർവ് ചെയ്തിട്ടുണ്ടാവും. അതിന് മറ്റാർക്കും കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് ഹാർഡ് വർക്കാണ് പ്രധാനം. നമ്മളത് ചെയ്യുന്നുണ്ട്. നമുക്കുള്ള ജോലി നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ബി കോൺഫിഡൻറ്റ്, ബി ഹാപ്പി. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ലോകാവസാനം എന്നുള്ള ചിന്ത വേണ്ട. അടുത്ത ഇൻ്റർവ്യൂ ഉടൻ തന്നെ വരും. അതിൽ നമ്മൾ അപ്പിയർ ചെയ്യും. അത് നമ്മൾ നേടിയെടുക്കും. അതുകൊണ്ട് നഷ്ടപ്പെടാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിരിക്കുക. ആ കോൺഫിഡൻസ് ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ കാണിക്കുക. അത് തന്നെയായിരിക്കും നിങ്ങളുടെ വിജയത്തിൻ്റെ പരീക്ഷ. നന്നായിട്ട് എഴുതിയ പ്രസൻറ്റ് ചെയ്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇൻ്റർവ്യൂവിന് പരിമിതമായ മാർക്കുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു ടെൻഷൻ്റെയും ആവശ്യം ഇവിടെയില്ല. നമ്മുടെ മാർക്കുകൾ ആൾറെഡി നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഭയവും നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം. സാധാരണഗതിയിൽ 5 അല്ലെങ്കിൽ 8 മിനിറ്റോ ഒക്കെയാണ് ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി ഇതിനു വേണ്ടി എടുക്കുക. 10 മിനിറ്റ് വരെ എടുക്കുന്ന ഇൻ്റർവ്യൂകളും കണ്ടിട്ടുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഊഴം കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞാൽ നിങ്ങൾ അത് എണീക്കുക. വെറുതെ വാരിക്കെട്ടി മടങ്ങിപ്പോകരുത്. ഇൻ്റർവ്യൂ അവസാനിച്ചതിന് ശേഷം ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ള മുഖഭാവത്തോടു കൂടി അവിടെ നിന്ന് എണീറ്റ് ഓടാൻ പാടില്ല. ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണോ അവിടേക്ക് വന്നത് താങ്ക് യു സാർ എന്ന് അവരോട് പൊതുവിൽ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പതിയെ മെല്ലെ എണീറ്റ് ചിരിച്ച മുഖത്തോടെ കോൺഫിഡൻസോടു കൂടി നടന്ന് പുറത്തേക്ക് പോവുക. ഇതാണ് നിങ്ങൾ അവലംബിക്കേണ്ട മാർഗം. ഇതാണ് പൊതുവിൽ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചിത്രം ആയിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാനുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ച് ചോദ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതൊരു മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് അത് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് ഞാൻ ധരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ചിരിച്ച മുഖത്തോടുകൂടി നിങ്ങൾ ആ ഹോൾ വിട്ടു പോവുക. ബി കോൺഫിഡൻറ്റ്, ബി ഹാപ്പി ആൻഡ് യു ആർ ഗോയിങ് ടു ബി അപ്പോയിൻറ്റഡ്. ഇതായിരിക്കണം നമ്മളുടെ ഒരു ചിന്ത. എപ്പോഴും നല്ലത് വരും. എല്ലാവർക്കും നല്ലൊരു വിജയ ആശംസ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ സൈനിങ് ഔട്ട്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.